രണ്ട് ഹിറ്റുകളും ഒരു ഫ്ലോപ്പും ആയിട്ടാണ് 2003 എന്നൊരു വർഷം ജയറാമിൻ്റെതായിട്ട് കടന്നുപോയത്. അതിൽ ആ ഒരു ക്രിസ്മസിന് ഇറങ്ങിയ മനസ്സിനക്കരെ സൂപ്പർ ഹിറ്റായി. അതിനുശേഷം 2004 എന്നൊരു വർഷം ജയറാമിന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ സിനിമ ഞാൻ സൽപ്പേര് രാമൻകുട്ടി. ഇത് ജയറാമിന് ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത അനിൽ ബാബു അവർ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമ ഒരു തവണ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് കോഴിക്കോട് ഞാൻ പഠിക്കുന്ന ഒരു കാലമാണ്. അന്ന് കോഴിക്കോട് ഡേവിസൺ തിയേറ്ററിലാണ് ഒരു സൺഡേ അന്ന് ഒരു ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒരു ബസ്സൊക്കെ കയറിയിട്ടാണ് ഞാൻ ഡേവിസൺ തിയേറ്ററിൽ പോകുന്നത്. അത് ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ബസ് കയറി ഡേവിസൺ തിയേറ്ററിൽ പോകുന്നു. ഇന്ന് ഡേവിസൺ തിയേറ്റർ ഇല്ല. അന്ന് ഡേവിസൺ തിയേറ്ററിൽ പോയിട്ട് അന്ന് മാറ്റിക്ക് അത്യാവശ്യം ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു വലിയൊരു സുഖമുള്ള ഒരു സിനിമ അല്ലായിരുന്നു അന്ന്. പിന്നെ എല്ലാ സിനിമയും നമ്മൾ കാണുന്ന ഒരു കൂട്ടത്തിൽ കാണുന്ന ഒരു സിനിമയാണ്. അതൊരു ഫ്ലോപ്പ് സിനിമ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു കഥ എൻ്റെ ഒരു ഓർമ്മയുള്ളത് ജയറാം ഒരു ഭയങ്കര സൽസ്വഭാവിയായിട്ടുള്ള ഈ പറഞ്ഞ ഞാൻ സൽപ്പേര് ഒരു സൽപ്പേര് നേടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ജയറാമിന് കുറെ അമ്മാവന്മാരുണ്ട്. ഈ അമ്മാവന്മാരൊക്കെ കുറെ പെൺമക്കളുണ്ട്. ഇവർക്കൊക്കെ ജയറാമിനോട് ഒരു പ്രണയം ഇങ്ങനെ പോകുന്ന ഒരു കഥയാണ്. പിന്നെ എന്തോ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വരുന്നു. ജയറാമിന് എന്തൊരു ചീത്ത പേര് കിട്ടുന്നു. ആ സൽപ്പേരിന് കളങ്കം വരുന്നു. ഇതാണ് ഒരു കഥ, ഒരു ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ. അതില് ഭയങ്കര സ്റ്റാർ കാസ്റ്റ് ആണ്. അത് ഗായത്രി ജയറാമനാണ് അതിലെ ഒരു നായികയായിട്ടുള്ളത്. പിന്നെ കാർത്തികയുണ്ട്, സുജാ കാർത്തികയുണ്ട്, നിരോഷയുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും ഓർമ്മയില്ല ആരൊക്കെയാണെന്നുള്ളത്. അതിൽ ജയറാമിന്റെ ഒരു പേരായിട്ട് ജയറാമിന് ആരോടാണ് ആ സിനിമയിലെ ഏത് നായികയോടാണ് പ്രണയം എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ജഗതി ശ്രീകുമാറിന്റെ ഒരു കുറെ രംഗങ്ങൾ ഓർമ്മയുണ്ട്. അതിൽ കുറെ കയ്യടി അന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്നു. പിന്നെ അമ്മാവനായിട്ട് മണിയമ്പിള്ള രാജു, ലാലു ലക്സ്, ജനാർദ്ദനൻ, ഇത്രയും പേരാണ് ഞാനിപ്പോ നോക്കി. ശരി, ഇവരൊക്കെ അമ്മാവനാണ്. ഇതിൽ ലാലു ലക്സ് അമ്മാവനായിട്ടൊക്കെ ഏകദേശം ഒരു ഓർമ്മയുണ്ട്. എന്തായാലും ഇതിൽ കബീർ പൊന്നമ്മ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമ അങ്ങനെ ഗുണം ചെയ്തിട്ടില്ല. എനിക്ക് പറഞ്ഞ 2000-ന് ശേഷം അനിൽ ബാബു 90s അരമന വീട്, 500 ഏക്കറും, പട്ടാഭിഷേകം, അങ്ങനെ കുറെ നല്ല സിനിമകൾ, ഹിറ്റുകൾ അനിൽ ബാബു ജയറാമിൻ്റെതായിട്ടുണ്ട്. പക്ഷെ 2000-ന് ശേഷം ഒരു ഉത്തമൻ പേരെടുത്തു, ആവറേജ് പോയി. പിന്നെ അങ്ങോട്ട് അങ്ങനെ വലിയ ഹിറ്റുകളൊന്നും അനിൽ ബാബു ജയറാമിന് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് കാണുന്ന സിനിമകളും അല്ല ഇവര് പിന്നെ ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഈ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ. അടുത്ത സിനിമ ഒരു രസമുള്ളൊരു സിനിമയാണ് മയിലാട്ടം. ഇത് VMനു ബാലേട്ടൻ കഴിഞ്ഞിട്ട് ഡയറക്ട് ചെയ്ത സിനിമയാണ്. അതായത് ബാലേട്ടൻ 2003 ഓണത്തിന് ഇറങ്ങി സൂപ്പർ ഹിറ്റ് അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് സിനിമ VMനു ചെയ്യും എന്നുള്ള ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ VMനു ഒന്ന് ചെയ്തത് മയിലാട്ടമാണ്. അതിനെ കുറിച്ചുള്ള വലിയൊരു കഥയൊക്കെ VMനുവിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും ഒരു ചരിത്രം എന്നിലൂടെ തന്നെയാണ് തോന്നുന്നത്. VMനുവിന്റെ ഒരു എപ്പിസോഡ്സ് ഉണ്ട്, അതിൽ VMനു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു സിനിമ അന്ന് മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു. പക്ഷെ അത്യാവശ്യം ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് രണ്ട് റോളാണ്. അതിലൊരു മാസ് റോളും ഉണ്ട്, ഒരു നാടൻ റോളും ഉണ്ട്. ഒരു പക്ഷെ അത് ദിലീപായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്നൊക്കെ എനിക്ക് പിന്നീട് പല സീൻസും കാണുമ്പോഴൊക്കെ തോന്നാറുണ്ടായിരുന്നു. കുറച്ചുകൂടി ദിലീപായിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു എന്നുള്ളത്. പക്ഷെ എന്തായാലും നല്ല രസമുള്ള ഒരു കുറെ തമാശ ഉണ്ട്. ജഗദീഷ് ശ്രീകുമാറിന്റെ കുറെ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഇന്ദ്രജയും രംഭയാണല്ലോ നായികന്മാരായിട്ടുള്ളത്. ഒന്നൊരു നെഗറ്റീവ് ജയറാമും, മറ്റേതൊരു പോസിറ്റീവ് ജയറാമും. പിന്നെ അതിൽ ആ ഒരു മാട്ടുപ്പെട്ടി കോവിലല്ല എന്നുള്ള ഒരു പാട്ട്, അതൊന്നും ഭയങ്കര ഹിറ്റായിരുന്നു. M ജയചന്ദ്രന്റെ മ്യൂസിക്, അഫ്സൽ പാടിയത്. അന്ന് ആ ഒരു പാട്ടിനെ കുറിച്ചൊക്കെ കേട്ടിട്ട് ആ പാട്ട് ആദ്യം ജയറാം കേൾക്കുന്നു. ജയറാം തന്നെയാണോ തോന്നുന്നു അന്ന് അഫ്സലിനെ കൊണ്ട് പാടിക്കാന്നാണ്. അന്ന് അഫ്സലിന്റെ ഒരു സമയമാണ്. രാക്ഷസിയൊക്കെ പാടി അഫ്സൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ശരിക്കും ഒരു കാലം തന്നെയായിരുന്നു അന്ന് അഫ്സലിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത്. ഒരു വിനീത് ശ്രീനിവാസ് ഒക്കെ വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ മെയിൻ സ്ട്രീം പടങ്ങളിലും ഒരു അഫ്സലിന്റെ ഒരു പാട്ടുണ്ടാവും. എന്തായാലും മയിലാട്ടം നമുക്ക് ഇന്ന് TV-ലോ അല്ലെങ്കിൽ ഇടയ്ക്കിരുന്ന് യൂട്യൂബിലൊക്കെ കുറച്ച് സീൻസ് ഒക്കെ എടുത്ത് രസകരമായിട്ട് ഒന്ന് കാണാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഒരു സിനിമ ആ ക്രിസ്മസിന് റിലീസായ സിനിമ അമൃതം, സിബി മലയിലെ സിനിമ. നല്ലൊരു സിനിമ തന്നെയാണ് അമൃതം എന്ന് പറയുന്നത്. ശരിക്കും ആ സിനിമ അന്ന് അനൗൺസ് ചെയ്ത സമയത്ത് എനിക്കൊന്ന് നയൻതാര നായികയായിട്ട് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ആ റോളിലേക്കാണ് പിന്നെ പത്മപ്രിയ വന്നിട്ടുള്ളത്. പിന്നെ പൃഥ്വിരാജ്, അതായത് അന്ന് ഭയങ്കര അനൗൺസ്മെന്റ് ആയിരുന്നു. സിബി മലയിലെ സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്നു, ജയറാമിന്റെ അനിയനായിട്ട് അഭിനയിക്കുന്നു. അന്ന് ജയറാം താരമൂല്യമുള്ള ഒരു നായകനായിട്ട് നിൽക്കുകയാണ്. പൃഥ്വിരാജ് ഒരു അപ്കമിങ് ഹീറോ ആണ്. അന്ന് നന്ദനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പക്ഷെ ആ സമയത്താണ് ഈ സംഘടനാപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ. വിനയന്റെ സത്യം എന്ന സിനിമയിൽ പൃഥ്വിരാജ് താരസംഘടനയെ എതിർത്തിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞ് പൃഥ്വിരാജിന് വലിയൊരു വിലക്ക് വന്നിട്ടുള്ള സമയമാണ്. ആ വിലക്ക് പിന്നീട് വിനയൻ തന്നെയാണ് അത്ഭുത ദ്വീപിൽ അഭിനയിപ്പിച്ചിട്ട് പൃഥ്വിരാജിനെ തിരിച്ചു കൊണ്ടുവന്നത്. അന്ന് പൃഥ്വിരാജിനെ ഒഴിവാക്കിയിട്ട് പകരം അന്ന് ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലൂടെ അന്ന് മുൻനിരയിലേക്ക് കയറി വന്നിരുന്ന അരുണിനെ അഭിനയിപ്പിക്കുന്നു. ഫോർ ദ പീപ്പിൾ കേട്ടാൽ അരുണിന് ഭയങ്കര പേരായിരുന്നു. അരുണും അതുപോലെ തന്നെ അന്നത്തെ സുനിൽ, പിന്നീട് നരേൻ, ഇവര് രണ്ടുപേർക്കായിരുന്നു ഭയങ്കര പേരായിരുന്നത്. അന്ന് അരുണ് കൊട്ടേഷൻ എന്നൊരു സിനിമ കിട്ടി.
പിന്നെ നവംബർ എന്ന സിനിമ അഭിനയിക്കുന്നു. പിന്നെ ഒരു മെയിൻ സ്ട്രീം സിനിമ എന്ന രീതിയിൽ അഭിനയിച്ചൊരു സിനിമയാണ് അമൃതം. പക്ഷെ അന്ന് അമൃതം തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയൊരു സിനിമയായിരുന്നു. അന്ന് അമൃതവും അതുപോലെ തന്നെ വേഷം വി എമ്മിന് ഡയറക്ട് ചെയ്ത മമ്മൂട്ടിയുടെ രണ്ടും ഞാൻ അന്ന് തിയേറ്ററിൽ കണ്ടിട്ട് സിനിമയാണ്. അന്ന് ആദ്യം ഞാൻ വേഷം റിലീസായ 2-ാം ദിവസം ഒരു ശനിയാഴ്ച ആദ്യം വേഷം കാണാൻ വേണ്ടി രാഗം തിയേറ്ററിൽ പോകുമ്പോൾ മാറ്റ്നി ഹൗസ്ഫുൾ ആണ്. അങ്ങനെയാണ് കൈരളി തിയേറ്ററിൽ പോയിട്ട് മാറ്റ്നി കാണുന്നത്, അമൃതം കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിലത്തെ ചില പാട്ടുകളൊക്കെ അന്ന് സ്ഥിരമായിട്ട് കേട്ടിരുന്ന പാട്ടുകൾ കേട്ടിരുന്നായിരുന്നു. ഈ അമൃതത്തിലേക്ക് പാട്ടുകൾ അന്ന് എനിക്ക് തോന്നുന്നത് CD ഇറങ്ങുന്ന ഒരു സമയമാണ്. CD ആയിരുന്നു അന്ന് അമൃതവും. അതുപോലെ തന്നെ അന്നൊക്കെ കുറെ പാട്ടുകൾ ആ സമയത്ത് തന്നെ 2004 വെട്ടം, കാഴ്ച, നാട്ടുരാജാവ് എല്ലാം നല്ല രസമുള്ള പാട്ടുകളുള്ള സിനിമകൾ ഇറങ്ങിയിരുന്ന ഒരു കാലമായിരുന്നു. അമൃതം നല്ലൊരു സിനിമയാണ്. അരുണും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട്. പക്ഷെ പിന്നീട് അരുണിന് എവിടേക്കോ കുറെ മെയിൻ സ്ട്രീം പടങ്ങളൊന്നും അരുണിന് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പതാക കിട്ടി, ബൽറാം ദാസ് കിട്ടി, നസ്രാണി എല്ലാം സൂപ്രധാന സിനിമകൾ ചെയ്തെങ്കിലും അരുണിന് എവിടേക്കോ പാളിപ്പോയി. ഇന്ന് അദ്ദേഹം സജീവമായിട്ട് നിൽക്കുന്നു. പക്ഷെ ഒരു ഹീറോ ആയിട്ട് അദ്ദേഹത്തിന് കയറി വരാൻ പറ്റിയില്ല. എന്തായാലും ജയറാമിനെ എനിക്ക് തോന്നുന്നു ഈ വേഷവും ഇതുപോലെ തന്നെ ഒരു ചേട്ടനനിയൻ ബന്ധം, അമൃതവും ചേട്ടനനിയൻ ബന്ധം, എനിക്ക് തോന്നുന്നു ആ ഒരു കമ്പാരിസൺ വന്നുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അമൃതം അന്ന് പരാജയപ്പെട്ടു പോയി. അന്ന് ജയറാം പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ അമൃതം റിലീസായി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അന്ന് സുനാമി, അന്ന് ലോകമെമ്പാടും സുനാമി എടുക്കുന്നതും അന്ന് നമ്മുടെ കേരളത്തിലും പല ആളുകൾക്ക് ബാധിക്കുന്നതും ഒക്കെ. അപ്പൊ അന്ന് ആളുകൾ ഒരു ദുഃഖത്തിലിരിക്കുന്ന സമയമായതുകൊണ്ടായിരിക്കാം അന്ന് അമൃതത്തിന് ആള് കയറരുത് എന്നാണ് ജയറാം പറഞ്ഞത്. പക്ഷെ അപ്പുറത്ത് വേഷം സൂപ്പർ ഹിറ്റ് അടിച്ചു പോയി. എന്തായാലും ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ടും ജയറാമിൻ്റെതായിട്ടുള്ളത്. പിന്നെ ആ 2004 എന്ന് പറയുന്ന ഒരു വർഷം വെട്ടം എന്നൊരു സിനിമയിലും ജയറാം ഒരു സീനിൽ അഭിനയിച്ചു എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിൽ ജയറാമാണ് ആ ഒരു ടാക്സി ഓടിക്കുന്നത്, അതിൽ ജയറാമിന്റെ ശബ്ദമുണ്ട് എന്നൊക്കെ. എനിക്ക് ഇപ്പോഴും അതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഇല്ല. ജയറാമിനോട് അത് ഈ അടുത്ത് എപ്പോഴും ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോഴും ജയറാം വ്യക്തമായിട്ടൊരു ഉത്തരം പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയുമെങ്കിൽ കൂടുതൽ പറയണം. എന്തായാലും ഇത്രയും സിനിമകളാണ് ജയറാമിന്റെ ആ വർഷം ഇറങ്ങിയത്. സൽപ്പേര് രാമൻകുട്ടി, അമൃതവും അതുപോലെ തന്നെ മയിലാട്ടം. ഇതിൽ എന്റെ ഫേവറേറ്റ് സിനിമ അമൃതം തന്നെയാണ്. എല്ലാ സിനിമയും ഒന്ന് കണ്ടിരിക്കാവുന്ന സിനിമയാണ്. പക്ഷെ അമൃതം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളന്ന് തിയേറ്ററിൽ കണ്ട ഓർമ്മകൾ നിങ്ങൾ കമന്റ് ചെയ്യുക.